കരങ്ങളാലവൻ താങ്ങിടും. സന്തതം പ്രിയൻ കൂടെയുള്ളതാ, എന്തൊരാനന്ദമെൻ ജീവിതം. സന്തതം പ്രിയൻ കൂടെയുള്ളതാ, എന്തൊരാനന്ദമെൻ ജീവിതം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന മിസസ് റോഷയാണ്. ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അമ്മാബിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കുവാൻ പോയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്നയാളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മായിമ്മയോട് അറിയിച്ചു. ബോവസ് എന്നൊരാളുടെ അടുക്കലായിരുന്നു ഞാനിന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും ആകുന്നു എന്നും നവമി പറഞ്ഞു. എൻ്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീരുവോളും അവരോട് ചേർന്നിരിക്കുക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബി സ്ത്രീയായ രൂത്ത് പറഞ്ഞു. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും തന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാർത്തികളോട് കൂടെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിൻ്റെ ബാല്യക്കാർത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. രൂത്ത് കതിർ പറക്കാൻ പോയിട്ട് ഏറെക്കുറെ ഒരു പറ യവവുമായിട്ട് മടങ്ങി വന്ന സമയത്ത് ആശ്ചര്യത്തോടെ നവമി ചോദിക്കുകയാണ്, മകളെ, നീ ഇന്ന് എവിടെയാണ് പെറുക്കാൻ പോയത്? നിന്നോട് ആദരവ് കാണിച്ചവൻ ആരാണ്? ആ പ്രദേശത്തുള്ള മുഴുവൻ വയലുകളും യഹൂദന്മാരുടേതാണ്. യഹൂദന്മാർ പുറജാതികളെയും ദരിദ്രരെയും അനാഥരെയും ഒക്കെ കതിർ പറക്കാൻ അനുവദിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമ്മോന്യരും മോവാബിരും യഹോവയുടെ സഭയിൽ 10-ാം തലമുറ പോലും പ്രവേശിക്കരുതെന്ന് വ്യക്തമായ വാക്യമുള്ളത് കൊണ്ട് ചില ആളുകൾ അമ്മോന്യരെയും മോവാബിരെയും കതിർ പറക്കാൻ അവരുടെ വയലിൽ പ്രവേശിപ്പിക്കത്തില്ല, അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് നിന്നോട് ആദരവ് കാണിച്ചവൻ ആരാണ് എന്ന് നവമി ചോദിക്കുന്നത്. അപ്പോൾ രൂത്ത് പറഞ്ഞു, ബോവസ് എന്നൊരാളുടെ വയലിലാണ് ഞാൻ പോയത്. നവമി പറയുകയാണ്, മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം നവമി പറയുകയാണ്. ഇതിനു മുൻപ് ദൈവം സർവശക്തനാണെന്നും ദൈവം അത്യുന്നതനാണെന്നും ദൈവം ന്യായാധിപതിയാണെന്നും ഒക്കെ നവമി പറഞ്ഞിട്ടുണ്ട്. നവമി ദൈവത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവിനെ കൊന്നത് നിമിത്തമോ മക്കളെ കൊന്നത് നിമിത്തമോ അവരെ ദരിദ്രരാക്കിയത് നിമിത്തമോ യാതൊരു പരാതിയും നവമിക്ക് ദൈവത്തോടില്ല. കാരണം അത് തങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ്, അതിൻ്റെ ന്യായമായ ശിക്ഷയാണ് എന്നുള്ള നല്ല ബോധ്യം നവമിക്കുണ്ട്. സദൃശവാക്യത്തിലൊക്കെ വായിക്കുന്നത് നീതിമാനെ ശാസിക്കുന്നത് അവൻ തലയ്ക്ക് എണ്ണയായിട്ട് എടുക്കുമെന്നാണ്.
അതുപോലെ എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ ശിക്ഷ മകനെ നീ നിരസിക്കരുത്. അപ്പോൾ ദൈവം നമ്മളെ ശാസിക്കുകയും ബാലശിക്ഷയിലൂടെ കടത്തുകയും ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി പിറുപിറുക്കാതെ സ്തോത്രം എന്ന് പറയാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹമാണ്. ഇവിടെ നവോമി പറയുന്നത്, മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നവോമിയുടെ വലിയ ഒരു പ്രത്യാശ ഈ വാക്കിൽ, ഈ വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മരിച്ചവരോട് ദയവിടാതിരിക്കുന്ന യഹോവ എന്ന് പറഞ്ഞാൽ, അതായത് തൻ്റെ ഭർത്താവായ എലീമേലെക്കിനോടും തൻ്റെ മകനായ മഹ്ളോനോടും ദയവിടാതിരിക്കുന്ന ദൈവം എന്ന് തന്നെയാണ്. കാരണം ഇസ്രയേലിൽ ഒരാൾ ദരിദ്രനായി തീർന്നാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ അവനെ വീണ്ടെടുക്കണം. അവൻ മരിച്ചു പോയാൽ തന്നെ അവൻ്റെ നിലം വിലയ്ക്ക് വാങ്ങണം. അതുപോലെ അവൻ്റെ വിധവയെ വിവാഹം കഴിക്കണം. അത് ആ തലമുറ നശിക്കാൻ പാടില്ല. ഇതൊക്കെ പഴയ നിയമത്തിലുണ്ട്. ഈ ബോവസ് എലിമേലെക്കിൻ്റെ അല്ലെങ്കിൽ നവോമിയുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരന്മാരിൽ ഒരാളും ആയതുകൊണ്ടാണ് പ്രത്യാശയുടെ വാക്ക് നവോമി പറയുന്നത്, മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ ബോവസ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എലിമേലെക്കിൻ്റെ നിലം ബോവസ് വാങ്ങിച്ച് അതും കൂടെ കൃഷി ചെയ്യാനിടയായി തീർന്നാൽ മഹ്ളോൻ്റെ ഭാര്യയായ ഈ മോവാബിയ സ്ത്രീയായ രൂത്തിനെ അയാൾ വിവാഹം കഴിച്ച് അവളിൽ മക്കളുണ്ടാകാനായിട്ടൊക്കെ ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും അത് മരിച്ചവർ മാനിക്കപ്പെടുകയാണ്. എലിമേലെക്ക് മാനിക്കപ്പെടുകയാണ്, മഹ്ളോൻ മാനിക്കപ്പെടുകയാണ്. ജീവിതകാലത്ത് അവർക്ക് ശിക്ഷയുണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ മരണശേഷം അവർ മാനിതരായി തീരാൻ പോവുകയാണ്. കാരണം പിന്നീട് നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നവോമി എലിമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. അതുപോലെ മഹ്ളോൻ്റെ ഭാര്യ രൂത്തിനെ ഭാര്യയാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംഭവത്തിലൂടെ വലിയൊരു പ്രത്യാശ നവോമി പ്രകടിപ്പിക്കുകയാണ്. അതായത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ ബോവസ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ബോവസ് ഒരുപക്ഷേ എലിമേലെക്കിൻ്റെ വയൽ വിലയ്ക്ക് വാങ്ങിക്കുകയും മഹ്ളോൻ്റെ ഭാര്യയെ വിധവയെ വിവാഹം കഴിക്കുകയും ചെയ്യാനിടയായാൽ മരിച്ചവരോട് ദൈവം ദയ കാണിക്കുകയാണ്. ഒപ്പം ജീവിച്ചിരിക്കുന്ന രൂത്തിനും നവോമിക്കും അത് അനുഗ്രഹമായി ഭവിക്കും. ആ പ്രത്യാശയാണ് നവോമി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. നവോമി മരുമകളോട് പറയുകയാണ്, ഇസ്രയേലിൽ വീണ്ടെടുപ്പ് എന്നൊരു കാര്യമുണ്ട്. ഒരു യഹൂദൻ ദരിദ്രനായാൽ അവൻ്റെ സ്ഥലം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ വാങ്ങി അവർക്ക് നൽകണം. അതുപോലെ ഒരു യഹൂദൻ വിവാഹം കഴിച്ചു, ഭർത്താവ് മരിക്കാനിടയായാൽ, അവൾ വിധവയാകാനിടയായാൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ അവളെ ദേവരധർമ്മം അനുസരിച്ച്, അനുജനുണ്ടെങ്കിൽ അനുജൻ, ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ അവളെ വിവാഹം കഴിച്ച് ആ തലമുറ
നിലനിൽക്കാനിടയായി തീരണം. അപ്പം അങ്ങനെ ഒരു കാര്യം ഇസ്രയേലിലുണ്ട് എന്ന് ഇപ്പോൾ നവോമി രൂത്തിനോട് പറയുകയാണ്. എന്നിട്ട് നവോമി പറയുന്നത്, നീ വേറൊരു വയലിൽ പെറുക്കുവാനായി പോകേണ്ട. അതുതന്നെ ബോവസും അവളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മകളെ പെറുക്കാൻ വേറൊരു വയലിൽ പോകേണ്ട, യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുന്നതുവരെ അതേതാണ്ട് 6 മാസത്തോളം ഉണ്ടാവും, നീ പിറക്കിക്കൊള്ളുക എന്ന് ബോവസ് പറഞ്ഞിരുന്നു. നവോമിയും അതുതന്നെ പറയുകയാണ്. ഈ ബോവസ് നമ്മുടെ കർത്താവിൻ്റെ നിഴലാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പിന്നെ വേറൊരു വയലിൽ പോകേണ്ടതായിട്ടില്ല, മറ്റൊരാളിലും ആശ്രയിക്കേണ്ടതായിട്ടില്ല. അല്ല, അവർ യേശുവിനേക്കാൾ മെച്ചമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നെങ്ങാനും ചിന്തിച്ച് കാല് മാറ്റി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അതവർക്ക് ശിക്ഷയായിരിക്കും. കാരണം നവമി പറയുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ബാല്യക്കാർ നിന്നെ ഉപദ്രവിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് നീ ബോവസിൻ്റെ ബാല്യക്കാർത്തികളോട് മാത്രം ചേർന്നിരുന്നു കൊള്ളുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ അവനെ മാത്രം സ്നേഹിച്ച്, അതുപോലെ അവൻ്റെ ജനത്തെ സ്നേഹിച്ച് അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ പോകാൻ തയ്യാറായാൽ അവർ സുരക്ഷിതരായിരിക്കും. അല്ല, അവർ കുറേക്കടെ മെച്ചം എവിടെങ്കിലും ഉണ്ടോ എന്ന് എങ്ങാനും ചിന്തിക്കാൻ ഇടയായാൽ അതവർക്ക് ദോഷമായിട്ട്, അതവർക്ക് ശിക്ഷയായിട്ട് വരുവാനിടയാകും എന്നുള്ള ഒരു സൂചനയും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ബോവസിൻ്റെയും നവോമിയുടെയും വാക്കനുസരിച്ച് രൂത്ത് മാസങ്ങളോളം ഈ ബോവസിൻ്റെ വയലിൽ പറക്കാൻ പോവുകയും വൈകുന്നേരത്ത് വന്ന് അമ്മായിമ്മയോട് പാർക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആദ്യകാലത്ത് പരിശീലനത്തിൻ്റെ കാലമാണ്. അവിടെ ചില സ്ട്രഗിളിങ്ങൊക്കെ അവർ സഹിക്കേണ്ടി വരും. പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരും. യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യേശുവിൻ്റെ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും എന്നാണ്. പഴയ നിയമം നമ്മൾ പരിശോധിച്ചാൽ യോസേഫായാലും മോശയായാലും ദാവീദായാലും ആദ്യഘട്ടത്തിൽ അവർക്ക് പരീക്ഷകളും ബുദ്ധിമുട്ടുകളുമായിരുന്നെങ്കിൽ പിന്നീട് അവർക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകാനിടയായി. വിശ്വാസികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. യേശു പറഞ്ഞത്, നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും എന്നാണ്. എല്ലാവരും നിങ്ങൾ ഉപദ്രവിക്കും, നിന്ദിക്കും, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകും എന്നാണ്. എന്നാൽ അതിൻ്റെ അന്ത്യം തീർച്ചയായിട്ടും ശോഭനമായിരിക്കും, സന്തോഷമായിരിക്കും, അനുഗ്രഹമായിരിക്കും. ഈ ഒരു നല്ല പാഠമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. കർത്താവ് അനുവദിച്ച ആ കഷ്ടങ്ങൾ, ആ കതിർപറക്ക്, ആ വെയിലും ബുദ്ധിമുട്ടും ഒക്കെ ആ ചേറിലൂടെ നടന്ന് അനുഭവിക്കാൻ രൂത്ത് തയ്യാറായി. തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം പിൽക്കാലത്ത് അവൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നമ്മുടെ ആരംഭകാലത്ത് നമുക്കും കഷ്ടങ്ങളായിരിക്കും, പരീക്ഷകളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നാം അത് വിശ്വസ്തമായി സഹിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.